അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളും കൂടി കണ്ടാലോ? അമ്മാമ്മയും മക്കളും കൂടി ചോറൂണൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതാണ്. അമ്മാമ്മേനെ ഉറക്കിയില്ല, അവരുറങ്ങിയില്ല ട്ടാ. അത് കഴിഞ്ഞ് ചേട്ടായി വന്നു. ചേട്ടായിക്ക് ചെറുതായിട്ടൊക്കെ ഡൗട്ട് അടിച്ചു. എന്നാലും ചെറുതായിട്ടൊക്കെ സന്തോഷായി. അമ്മ ഇന്ന് നിക്കുംന്ന് പറഞ്ഞപ്പോട്ടോ. മറ്റേത് ഇങ്ങനെ വന്ന് പോവല്ലേ ചെയ്യാറ്. നിക്കുംന്നുള്ളത് പ്രതീക്ഷിക്കണില്ലല്ലോ. അപ്പൊ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് ചേട്ടായി നേരെ കുളിക്കാൻ കേറിയിട്ട്. ആ ഗ്യാപ്പിൽ ഞാൻ ദേ എല്ലാവർക്കും ചായ വെച്ചു. അപ്പൊ അമ്മയ്ക്ക് മധുരം ഇടാത്തത് വേണ്ടാന്ന് പറഞ്ഞ കാരണം ആദ്യം അമ്മയ്ക്ക് ഒരു ഗ്ലാസ് മാറ്റി. പിന്നെ ഞങ്ങളെല്ലാവരും ചായയും പിന്നെ പപ്പ പഴംപൊരി മേടിച്ചുകൊണ്ട് വന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് അങ്ങനെ ചായക്ക് ഇരുന്ന് കുടിച്ചു. അപ്പോഴത്തേന് അത്യാവശ്യം സമയം വൈകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പണിയിലേക്ക് അങ്ങോട്ട് കിടന്നു. അപ്പോൾ അമ്മ മീൻ നന്നാക്കി ഇരുന്നപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് അകവും പെരയും മിറ്റൊക്കെ അടിച്ചു വാരി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ദേ അപ്പുറത്തെ പറമ്പിൽ നിന്ന് അത്യാവശ്യത്തിൽ കൂടുതൽ വിറകൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ച് മീൻകറി അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടിയാണ് ചക്ക. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് ചക്കയും ചിക്കനാണ് കേട്ടോ. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ചക്കയും ചിക്കനും കഴിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കോമ്പിനേഷൻ ആദ്യം കഴിച്ചത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം തന്നെ വിരുന്നിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചിറ്റപ്പൻ്റെ അവിടേക്ക്. അപ്പോൾ അവിടെ വെച്ചിട്ടാട്ടോ ഞാൻ ആദ്യമായിട്ട് ചക്കയും ചിക്കനും കൂട്ടണത്. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു ട്ടോ. അത് തൊട്ട് എനിക്ക് പിന്നെ ഞാൻ ഇവിടെ വീട്ടിൽ വെക്കുമ്പോൾ ചെരിങ്ങുള്ളിൽ വെക്കുമ്പോൾ കഴിക്കാറുണ്ട്. പിന്നെ ചക്ക നന്നാക്കി ഇരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർ കൂടി കൂടി വരുന്നുണ്ട്. ആൻറ്റിയും ജെറിനും ഒക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി നല്ല രസത്തിൽ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചക്കയും നന്നാക്കി അതിൻ്റെ ഇടയിൽ മീനും വറുത്ത് പിള്ളേർക്ക് ഞാൻ ചോറ് കൊടുക്കാൻ പോയിട്ടാ. പിന്നെ ബാക്കി പണികളൊക്കെ അമ്മ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ദേ ചക്കയൊക്കെ സെറ്റാക്കി ദേ അമ്മ നന്നായി കുത്തിയൊക്കെ ഉടച്ച് ചക്കപ്പുഴുക്ക് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ദേ അമ്മ എല്ലാവർക്കും കൂടി വിളമ്പി ചക്കയും ചിക്കനൊക്കെ കൂട്ടി ഞങ്ങൾ ഒരുമിച്ച് അങ്ങിരുന്ന് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹം അങ്ങോട്ട് പൂർത്തിയായി. അപ്പോൾ അമ്മ വന്നിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ വരാം ട്ടാ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.